എൻ്റെ പേര് ഹിമ. ഞാൻ തൃശ്ശൂർ പാലിയേക്കരയ്ക്കടുത്ത് ചിറ്റിശ്ശേരിയിൽ നിന്ന് വരുന്നു. ഞാൻ ഒരു അധ്യാപികയാണ്. എൻ്റെ ഭർത്താവും ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരു 8 വർഷമായിട്ട് എനിക്ക് 4 മക്കളാണുള്ളത്. മൂന്നാമത്തെ പ്രസവത്തിന് ശേഷം എനിക്ക് മൂന്നാമത്തെ പ്രസവത്തിൽ ഒരു 6 മാസമായപ്പോൾ തന്നെ യൂട്രസ് ഇങ്ങനെ ഒരു ഇറങ്ങണ ഒരു സംഭവം, കുട്ടി ഇറങ്ങി വരാം. അപ്പോൾ 6ആം മാസം തൊട്ട് ബെഡ് റെസ്റ്റ് ആയിരുന്നു. 4ആമത്തേനും അങ്ങനെ തന്നെയായിരുന്നു. മൂന്നാമത്തെ പ്രസവത്തിന് ശേഷം നമ്മൾ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ സ്ട്രെയിൻ ചെയ്യുമ്പോഴോ അറിയാതെ മൂത്രം പോകുന്നൊരവസ്ഥയുണ്ടായി. അത് നിങ്ങൾക്ക് എത്രമാത്രം പറഞ്ഞാൽ മനസ്സിലാവുമെന്നറിയില്ല. ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ സാനിറ്ററി പാഡൊക്കെ യൂസ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മിനിഞ്ഞാന്നത്തെ ആരാധനയിൽ ബ്രദർ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഇതുപോലെ യൂറിൻ അറിയാതെ പോകുന്ന ഒരവസ്ഥ സൗഖ്യപ്പെടുന്നുണ്ടെന്ന്. ഇവിടെ വന്നപ്പോൾ അതെ മിനിഞ്ഞാന്ന്. അപ്പോൾ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. എന്നാലും എനിക്കൊരു ഉറപ്പ് വീട്ടിൽ പോയിട്ട് പിന്നെ പറയാം, അങ്ങനെ ഒരു തീരുമാനമായിരുന്നു. പക്ഷേ ഇന്നലത്തെ കൗൺസിലിങ്ങിന് ബ്രദർ പ്രത്യേകിച്ച് എടുത്ത് ചോദിച്ചു. കൗൺസിലിംഗ് ചെയ്ത ബ്രദർ പറഞ്ഞു, മോൾക്ക് അത് സൗഖ്യപ്പെട്ടു, തമ്പുരാൻ സൗഖ്യപ്പെട്ടു. ഞാനിപ്പോൾ അതിനുശേഷം കുറേ പ്രാവശ്യം തുമ്മും ഇതൊക്കെ ചെയ്തു. ഒരു കുഴപ്പമില്ല. നല്ലൊരു കൈയ്യടി കൊടുത്തേ. കണ്ടോ, ഇവിടുന്ന് അത് വിളിച്ച് പറയുകയും ചെയ്തു. പിന്നെ കൗൺസിലിങ്ങിന് അത് വേറെ വീണ്ടും പറഞ്ഞു. അതോടുകൂടി ആളുടെ ആ രോഗം മാറിപ്പോയി. പിന്നെ പല പ്രാവശ്യം തുമ്മലും ചുമയൊക്കെ ഉണ്ടായിട്ട് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. കണ്ടോ. അതുപോലെ തന്നെ ഞാൻ ഈ 2 വർഷം മുൻപാണ് ഈ എൽ റുഹാനെ കുറിച്ച് അറിയുന്നത്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചറാണ്. എൻ്റെ പേര് ഹിമ എന്നാണ്. ഈ പേര് ഞാൻ അധികം ആൾക്കാർക്ക് കേട്ടിട്ടില്ല. അച്ഛൻ എനിക്ക് എൻ്റെ പേര് വിളിച്ച് പറഞ്ഞിട്ട് പറയണു, ഹിമ എന്നുള്ള മോൾക്ക് പ്രത്യേകം പ്രാർത്ഥന ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അതിലാണ് ഞാൻ ഈ സെക്കൻഡ് സ്റ്റഡിൻ്റെ കാര്യം അറിഞ്ഞത്. അതോടുകൂടി സെക്കൻഡ് സ്റ്റഡ് ഊരി വെച്ചു, ഉത്തരീയം ധരിച്ചു. ഒത്തിരി അനുഗ്രഹങ്ങൾ, ഒത്തിരി സംരക്ഷണം അതിലൂടെ ഉണ്ടായിട്ടുണ്ട്.